സൂര്യന്റെ ചലനം നിന്നുപോകും, ചന്ദ്രന്റെ ചലനവും നിന്നുപോകും, അതിന്റെ പ്രകാശകിരണങ്ങളെല്ലാം തീർന്നുപോകും, നക്ഷത്രങ്ങൾക്ക് വരെ അങ്ങനെ ഒരു അവസാനം അല്ലാഹു നൽകിയിട്ടില്ലേ? ഇതെല്ലാം കാലത്തിൽ അല്ലാഹു തആല സംയോജിപ്പിച്ച വിഷയങ്ങളാണ്. ആകയാൽ കാലത്തിന്റെ ഈ രഹസ്യ സ്വഭാവങ്ങൾ, ഈ വ്യത്യസ്തതകൾ, ഈ അത്ഭുതങ്ങൾ, ഇതൊക്കെ പഠിക്കണം മനുഷ്യൻ. എന്തിന്? ആ മനുഷ്യൻ ഇത് പഠിക്കുമ്പോൾ ഈ കാലത്തിന്റെ പിന്നിൽ ഒരു ചാലക ശക്തിയുണ്ട്. അതൊരിക്കലും മനുഷ്യനല്ല. കാരണം കാലം ഉണ്ടായ ശേഷമല്ലേ മനുഷ്യൻ വന്നത്. മനുഷ്യനെ പോലെ കഴിവുള്ളൊരു സൃഷ്ടിയുമാണോ? അല്ല. പിന്നെയോ മനുഷ്യനെ പോലെ കഴിവുള്ള സൃഷ്ടിയല്ല, മറ്റു സൃഷ്ടികളെ പോലെ കഴിവുള്ളൊരു സൃഷ്ടിയാകാൻ പാടില്ല. എല്ലാ സൃഷ്ടികളും കാലത്തിന്റെ പിറകിൽ ഉള്ളവരാണ്. അപ്പൊ കാലത്തിനതീതനായ ഒരു ശക്തി വേണം. ആരാണ് ആ ശക്തി? കാലത്തെ സംവിധാനിച്ച അല്ലാഹ്. അതുകൊണ്ടാണ് കാലത്തെ പഠിക്കരുത് എന്ന് പറഞ്ഞത്. ഒരു കാലത്തെയും ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ആളുകൾക്കൊരു പൊതുവെ സ്വഭാവമുണ്ട്, ഉസ്താദേ ഇപ്പത്തെ കാലം അങ്ങനെയാണ്, ഇപ്പത്തെ കാലത്ത് ഇങ്ങനെയാണ്, മറ്റേ കാലത്ത് അങ്ങനെയാണ്. കാലത്തിനെന്ത് കുറവാ സഹോദരങ്ങളെ സംഭവിച്ചത്? കാലത്തിനെന്ത് പോരായ്മയാ സംഭവിച്ചത്? കാലത്തെ പഠിക്കരുത്. ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നഹു ഹുവല്ലാഹ്, കാലം പടച്ച് സംവിധാനിച്ചവൻ അല്ലാഹുവാൻ. കാലത്ത് ചീത്ത പറയാൻ പാടില്ല. കാലത്തിന് അതിന്റെ സൗന്ദര്യം പണ്ടുള്ളതുപോലെ ഇപ്പോഴുണ്ട്, ഒരു കുറവില്ല. കുറവുണ്ടെങ്കിൽ എന്നാ പറയണ്ടേ അല്ലേ? 24 മണിക്കൂർ എന്നുള്ള കുറഞ്ഞ് 23 ആയിട്ടുണ്ട്. അങ്ങനെ വേഗത കൂടി വരുന്ന ഒരു സമയം വരുമോ? അത് വരും, അത് വരാനുണ്ട്. ആ രൂപത്തിലുള്ളത് വരും. ഒരു വർഷം പോലെ, ഒരു ദിവസം ഒരു വർഷം പോലെ, ഒരു മാസം അതുപോലെ, ഒരാഴ്ച അതുപോലെ, ആ രൂപഭാവങ്ങളൊക്കെ വരാനുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ. അപ്പോഴും 24 മണിക്കൂർ എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. അതതിന്റെ രൂപത്തിൽ തന്നെ ഉണ്ടാവും. കണക്ക് കൂട്ടിയാൽ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ കാലത്തിനെന്ത് കുറവ്? നമ്മളെന്തിന് കാലത്തിലേക്ക് എല്ലാം ചേരി തീർത്തി പറയണം? ഇപ്പത്തെ കാലം എങ്ങനെയാണ്, ഇപ്പത്തെ കാലം എങ്ങനെയാണെന്നല്ല, കാലക്കാരെ പറയേണ്ടത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലത്തെ പഴിക്കുന്നു, എന്തിനും